അത് രണ്ടും രണ്ടാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് സ്റ്റേജിൽ ആരൊക്കെ ഉണ്ടാകണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്ത് അറിയിക്കുന്നത്. ആ പരിപാടിയിൽ സ്റ്റേജിൽ ഉണ്ടാകേണ്ടതിനെക്കുറിച്ച് അത് അവരുടെ സെക്യൂരിറ്റി പ്രശ്നമുണ്ടാകും, അവരുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഈ പ്രോട്ടോക്കോൾ അനുസരിച്ച് കാര്യങ്ങൾ നിശ്ചയിച്ച് ഈ പ്രസംഗ സ്റ്റേജിൽ ആരൊക്കെ ഉണ്ടാകണം എന്ന് നിശ്ചയിച്ചറിയിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള നടപടികളാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്തത്. അതിലൊരു ഔചിത്യക്കേടെന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ നിലയിൽ ഒരു പാർട്ടിയുടെ മാത്രം സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കുമ്പോൾ മറ്റ് പാർട്ടികളെയൊന്നും ആ തരത്തിൽ പരിഗണിക്കപ്പെട്ടതായി കണ്ടില്ല. ഒരാളെ മാത്രം ക്ഷണിച്ചതിലുള്ള ഔചിത്യക്കേടാണ്. അതുകൊണ്ട് ആ തരത്തിൽ അത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് ആ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കുകയും എല്ലാം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചത്. അതേ അവസരം ഇവിടെ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യം നമ്മളുടെ ബീച്ചിൽ മുഴപ്പലങ്ങാട് ഡ്രൈവിൻ ബീച്ച്, അത് നമ്മുടെ അറേബ്യൻ കടൽ തീരങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. കടലിൽ ഈ മോട്ടോർ ഡ്രൈവിംഗ് നടത്താൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു ബീച്ച്. അപ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട് ആ ബീച്ചിന്. അത് വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ ടൂറിസം വകുപ്പ് അതിനെ വളർത്തിയെടുക്കാനും വികസിപ്പിക്കാനും കേരളത്തിൻ്റെ തന്നെ ഒരു വികസന രംഗങ്ങളിൽ ടൂറിസം പ്രോജക്റ്റ് നല്ലതുപോലെ പ്രൊമോട്ട് ചെയ്യാനുമുള്ള നടപടി സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഴപ്പിലങ്ങാട് ബീച്ച് റിസോർട്ടിൻ്റെ ഒരു പരിപാടി തയ്യാറാക്കി അതനുസരിച്ച് അവിടെ നടപടികൾ ഉണ്ടായത്. ആ ഉദ്ഘാടന യോഗത്തിൽ സഖാവ് KK രാഗേഷ് പങ്കെടുത്തു. അത് ശരിയാണ്. KK രാഗേഷ് മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുത്തിട്ടുള്ള മുഖ്യമന്ത്രി ഈ ജില്ലയിൽ വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ക്ഷണിക്കപ്പെടാത്തതും ക്ഷണിക്കപ്പെടുന്നതുമായ എല്ലാ പരിപാടികളിലും പാർട്ടിയുടെ പ്രതിനിധി ഉണ്ടാകും. അത് ഏതാണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ LDFൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി എന്നുള്ളത് കൊണ്ടല്ല. ഇപ്പം നമ്മുടെ കണ്ണൂർ ജില്ലയുടെ മുൻകാല ചരിത്രം നിങ്ങളെടുത്ത് നോക്കുക. ഏത് പാർട്ടിയുടെ മന്ത്രി വരുന്ന സ്റ്റേജിലാണ് ആ മന്ത്രിയോടൊപ്പം ആ മന്ത്രിയുടെ പാർട്ടിയുടെ ഒരാൾ അദ്ദേഹത്തോടൊപ്പം സന്നിഹിതനാകാതിരുന്നിട്ടുള്ളത്? എല്ലാ സ്റ്റേജിലും നോക്കൂ നിങ്ങൾ. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ, ഇവിടെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ, പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള അവസരത്തിൽ മാത്രമല്ല മറ്റ് മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ആ മന്ത്രിയോടൊപ്പം ആ മന്ത്രിയുടെ പാർട്ടിയുടെ ഒരു പ്രതിനിധി അദ്ദേഹത്തോടൊപ്പം ജില്ലയിൽ വരുമ്പോൾ സഞ്ചരിക്കുക, പരിപാടികളിൽ ഭംഗിയാക്കി നിർവഹിക്കാൻ സഹായിക്കുക എന്നൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിലുണ്ടായിട്ടുള്ള ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഈ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പരിപാടികളിലും പങ്കെടുക്കാറ്. ഇതിനെന്തിനാ ബഹളം വെക്കേണ്ട കാര്യം? ഇതിനെന്തിനാ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം? കോൺഗ്രസിലെ നേതാക്കൾ ചിന്തിക്കേണ്ടതാണത്. കോൺഗ്രസിൻ്റെ ഇന്ന് ബഹളമുണ്ടാക്കുന്ന പലരും ഇത്തരം പരിപാടികളിൽ സ്റ്റേജിൽ സന്നിഹിതരായിട്ടുണ്ട്. പിന്നെ BJPക്ക് അങ്ങനെ ആദ്യം നേരത്തെ ഒന്നും മന്ത്രിമാരില്ലാത്തതുകൊണ്ട് നേരത്തെ ഉണ്ടാകില്ല. പക്ഷേ BJPക്കാരും അവരുടെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഇപ്പോൾ പങ്കെടുക്കുന്നില്ലേ? എന്താ ഇവിടെ വ്യത്യസ്തമായി ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ കോൺഗ്രസും BJPയും
പരസ്പരം സഹകരിച്ചുകൊണ്ട് അനാവശ്യമായി വിവാദമുണ്ടാക്കുക. കെ രാഗേഷ് CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. അയാൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു നേതാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ കുറേ കാലം മുഖ്യമന്ത്രിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിക്കൂ. ഇനി നിങ്ങൾ ഇത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നാളെ മുഖ്യമന്ത്രി വരുമ്പോൾ കെ രാഗേഷ് മാറി നിൽക്കില്ല. മുഖ്യമന്ത്രിയോട് മറ്റു മന്ത്രിമാരോടൊപ്പം എപ്പോഴും പാർട്ടിയുടെ ഒരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളത് മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരും സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാടാണ്. എല്ലാ പാർട്ടിക്കാരും ഇതിനു മുമ്പ് ഭരിച്ചിട്ടുള്ളവരും അവരുടെ മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന വേദിയിൽ ഇത്തരത്തിൽ അവരുടെ പാർട്ടിക്കാരെ കാണാം. പിന്നെ എന്തിനാ ഈ വേണ്ടാത്ത ബഹളം? ഒരു അപകീർത്തിപ്പെടുത്താനുള്ളതല്ലേ? രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ വിഷയത്തിലല്ല, ഇത് വേറെ. ഇതിവിടെ കണ്ണൂർ ജില്ലയിൽ സ്ഥിരമായി ഉള്ളൊരു സംഭവമാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണത്. അത് കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാവരും ആ നിലപാടല്ലേ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ വേണ്ടാത്ത ഒരു വിവാദം ഉണ്ടാക്കി ഒരാളെ അപകീർത്തിപ്പെടുത്താൻ? എന്തോ കെ രാഗേഷ് ജില്ലാ സെക്രട്ടറിയായി വന്നു, അദ്ദേഹത്തെ ഒന്ന് അപകീർത്തിപ്പെടുത്തി കളയാം. ഈ മനോഭാവം പ്രത്യേകിച്ച് പാർട്ടി നേതാക്കന്മാരെങ്കിലും കുറേ കൂടി പക്വതയോടും പാകതയോടും ദീർഘവീക്ഷണത്തോടും കൂടി കാര്യങ്ങൾ കണ്ട് പ്രതികരിക്കേണ്ടതായിരുന്നു. ഉണ്ടാകാതിരുന്നത് ദൗർഭാഗ്യകരമായി പോയി. അവരുടെ പ്രചരണവും യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമാണ്. അത് അവർ തന്നെ പരിശോധിച്ച് ഒരു തിരുത്തൽ നടപടികളിലേക്ക് പോകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ വിഴിഞ്ഞം പരിപാടിയിലെ വേദിയിൽ ഇരുന്നപ്പോൾ രൂക്ഷമായ വിമർശനം ആദ്യം ഉന്നയിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസാണ്. BJP ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ ക്ഷണമുള്ളത് വേദിയിലിരിക്കാൻ അങ്ങനെ ഇരുന്നതിൽ എന്താണ് അനൗചിത്യം എന്നതാണ് BJP ഉന്നയിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ ക്ഷണമില്ലാതെ കെ രാഗേഷ് ഇരുന്നതിന് ഇത് രണ്ടാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇത് രണ്ടല്ലേ? അത് പറയുന്നതിന് എന്താ തെറ്റ്? രാജീവ് ചന്ദ്രശേഖരൻ ഈ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ നിലയിൽ അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ ഇവിടെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ ക്ഷണിക്കണ്ടേ? മറ്റ് പാർട്ടികളുടെ സംസ്ഥാന നേതാക്കന്മാരെ ക്ഷണിക്കണ്ടേ? എത്ര കേന്ദ്രമന്ത്രിമാരുണ്ട് ഇവിടെ? ഏതെങ്കിലും കേന്ദ്രമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് തന്നെ എത്ര കേന്ദ്രമന്ത്രിമാരുണ്ട്? ആരെയും ക്ഷണിച്ചിട്ടുണ്ടോ? കേന്ദ്രമന്ത്രിമാരെന്നുള്ള പരിഗണനയിലാണെന്ന് അവർ പറഞ്ഞു. നമ്മളതിനെ വ്യാഖ്യാനിക്കേണ്ട. അത് ആ നിലപാടിൽ അവർ പരിശോധിക്കട്ടെ. ഞങ്ങൾ അതൊന്നൊരു പ്രശ്നമായി ഉന്നയിക്കാനോ അതൊരു വലിയ വിവാദമാക്കാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്കതിലൊരു താല്പര്യമുള്ളൂ, എല്ലാവരും സഹകരിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ഒരു സ്വത്താണ്. അത് കേരളത്തിൻ്റെ അഭിവൃദ്ധിയിൽ, വളർച്ചയിൽ, വികസനത്തിൽ വലിയ അമൂല്യമായ സംഭാവന ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ നേട്ടം നമ്മുടെ കേരളത്തിന് അനുഭവിക്കാൻ കഴിയണം. അതിനെല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഉദ്ഘാടന വിഷയമൊന്നും ഞങ്ങൾക്ക് താല്പര്യമുള്ളതല്ല വിവാദമാക്കാൻ. പക്ഷെ ഞങ്ങൾക്ക് നേരെ വിവാദമാക്കാനാണ് ചിലരുടെ ശ്രമം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിക്കുമ്പോൾ മറ്റ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ടോ ഇവിടെ? ഞാൻ ചോദിക്കുന്ന കേരളത്തിൽ കൂടുതൽ MPമാരുള്ളത് കോൺഗ്രസിനല്ലേ? അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിച്ചോ? ഈ കാര്യങ്ങളിലൊക്കെ ഒരു പൊതു നിലപാടുണ്ട്. അതായത് ഇതിനെല്ലാം ഒരു പൊതു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോളും പൊതു നിലപാട് സ്വീകരിക്കണം. എല്ലാ പാർട്ടികളോടും പരിപാടികളിലുമൊക്കെ പൊതുവായ ശരിയായ ഒരു നിലപാട് തന്നെ സ്വീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. അതിലുള്ള പോരായ്മ ചൂണ്ടിക്കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ.